ഹായ് സുഹൃത്തുക്കളെ, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ നിന്നുള്ള ഒരു ചോദ്യമായിട്ടാണ്. അതായത് കമൻറ്റ് ബോക്സിൽ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒന്നല്ല ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക്ക്. നമ്മുടെ ഫോണിലെ ബാറ്ററി, നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി വീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ബഡ്ജായിട്ട് വീർത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ ഫോണിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ട്, വീണ്ടും ആ ഒരു ബാറ്ററി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മുടെ ഫോണിന് സംഭവിക്കുമോ എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ട്. ചിലർ ചോദിച്ചിട്ടുണ്ട് ബാറ്ററി വീർത്താണ്, പക്ഷേ ബാറ്ററി ബാക്കപ്പിന്, ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിന് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല, നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, യാതൊരുവിധ പ്രോബ്ലംസ് ഇല്ല, പക്ഷേ ബാറ്ററി വീർത്താണ്, അത് ഇനി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീർത്ത ബാറ്ററി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഫോണിലെ വീർത്ത ബാറ്ററി ഉപയോഗിക്കാൻ പാടില്ല. ഫോണിലെ ബാറ്ററി വീർത്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടെക്നീഷ്യൻ പറയുകയാണ് ബാറ്ററി വീർത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വീർത്ത ബാറ്ററിയാണ്, അല്ലെങ്കിൽ വീർത്തുകൊണ്ടിരിക്കുന്ന ബാറ്ററിയാണ്, അത് മാറ്റണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റുക. യാതൊരുവിധ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, മാറ്റുക തന്നെ, അല്ലാതെ വേറെ വഴിയില്ല. ബാറ്ററി വീർത്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ സെല്ല് ഡാമേജ് ആയിട്ടുണ്ട്, അത് മുഖേന അതിൻ്റെ ബാറ്ററിക്കകത്തുള്ള സെല്ലിൽ നിന്നും ഗ്യാസ് ലീക്കായിട്ട് ആ ഒരു സീലൻറ്റിൻ്റെ അവിടെ വന്നിട്ട് സീലൻറ്റ് വീർത്ത് വരുന്നു എന്നുള്ളതാണ്. അത് വീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റുക. ചില യൂട്യൂബിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും, വീർത്ത ബാറ്ററി നിങ്ങൾ ഉപയോഗിക്കാം, അതിൽ ആ സീലിൻ്റെ ഇടയിൽ ഒരു പിന്ന് വെച്ച് കുത്തിയിട്ട് അതിൻ്റെ ഗ്യാസ് പുറത്ത് കളഞ്ഞത് വീണ്ടും ഉപയോഗിക്കാമെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നത് അതൊക്കെ വളരെ ഡേഞ്ചറാണ്, അപകടകരമാണ്. ചിലപ്പോൾ ഇങ്ങനെ കുത്തുന്ന സമയത്ത്, പിന്നുകൊണ്ടൊക്കെ കുത്തുന്ന സമയത്ത് ബാറ്ററി തന്നെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്കൊന്നും പോകരുത്. ബാറ്ററി വീർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, ബാറ്ററി വീർത്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറുക, അല്ലാതെ വേറെ സൊല്യൂഷൻസ് ഇല്ല. ഓക്കെ, അല്ല നിങ്ങൾ ബാറ്ററി വീർത്ത് നിങ്ങൾ മാറാതിരിക്കുകയാണെങ്കിൽ, അത് ഫോണിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ബാറ്ററി മാറാൻ വലിയ പൈസയൊന്നും ആവില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 1000-1500 വരെ അകത്ത് നല്ല ബാറ്ററികൾ കിട്ടും. കമ്പനി ബാറ്ററി തന്നെ ഉപയോഗിക്കണമെന്നില്ല, ബ്രാൻഡഡ് ബാറ്ററികൾ ഇഷ്ടം പോലെയുണ്ട്, നിങ്ങൾക്ക് അത് ഉപയോഗിച്ചാൽ മതി. നല്ല വാറൻറ്റി നൽകുന്ന ബാറ്ററികൾ ഇഷ്ടം പോലെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീർത്ത ബാറ്ററി നമ്മൾ വീണ്ടും ഉപയോഗിക്കുകയാണ്, ഫോണിൽ തന്നെ ഉപയോഗിക്കുന്നത്, പൈസയുടെ ബുദ്ധിമുട്ടാണ്, ടെക്നീഷ്യനടുത്ത് നമ്മൾ പറയുകയാണ് അത് തന്നെ ഉപയോഗിച്ചുള്ളൂ, അത് തന്നെ ഇട്ടാൽ മതി എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ബാറ്ററിയുടെ, ഇതൊരു സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. സാംസങ്ങിൻ്റെ ഫോണെന്നല്ല, ഏതൊരു ഫോൺ എടുത്താലും അതിൻ്റെ ബാറ്ററിയൊക്കെ ഏകദേശം ഇതേപോലെ തന്നെയാണ് ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ബാറ്ററി വീർക്കുമ്പോൾ ബാറ്ററിയുടെ സെല്ല് ഡാമേജ് ആയിട്ട് ഗ്യാസ് വന്നിട്ട് ആ സീലൻറ്റ് തള്ളിയിട്ട് ആ ഒരു ബാറ്ററി വീർക്കുന്ന സമയത്ത് ബാറ്ററിയുടെ അങ്ങേയറ്റവും കാണും, അപ്പർ സൈഡും കാണും, ഇപ്പർ സൈഡും കാണും. ഓക്കെ, ഫ്രണ്ടിലത്തെ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്പ്ലേയും, ബാക്കിലത്തെ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും കവറോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഒക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി വീർക്കുന്ന സമയത്ത് അത് ഫ്രണ്ടിലോട്ട് തള്ളുകയാണെങ്കിൽ, ബാറ്ററി ഫ്രണ്ടിലോട്ട് ആ ബഡ്ജായിട്ട് തള്ളുകയാണെങ്കിൽ അത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആവുക എന്ന് പറയുന്നത് ബാറ്ററി വീർത്തിട്ട് ഡിസ്പ്ലേ പുറത്തോട്ട് തള്ളിയിട്ട് ഡിസ്പ്ലേ, നമുക്കറിയാമായിരിക്കും നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഫ്രെയിമിൽ ഒരു ഗമ്മ് തേച്ചാണ്, ഒരു പശ തേച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. ആ പശയിൽ നിന്ന് ഇളക്കി അങ്ങ് പോകും. ചിലപ്പോഴൊക്കെ നമ്മൾ ഫോൺ കയ്യിലെടുക്കുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ഇളവിയിട്ട് തറയെ വീണ് ഡിസ്പ്ലേ പൊട്ടും. അപ്പോൾ ഗമ്മ് ഇളവിപ്പോവും. ചിലപ്പോൾ ഗമ്മിൽ നിന്നൊക്കെ ഇളവി പൊങ്ങി നിൽക്കുന്ന കാണാൻ സാധിക്കും. ബാക്ക് ലൈറ്റൊക്കെ, ഡിസ്പ്ലേയുടെ ബാക്ക് ലൈറ്റൊക്കെ പുറത്തോട്ടൊക്കെ, ഈ സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ ബാക്ക് ലൈറ്റൊക്കെ പുറത്തോട്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം ഒരു ഇഷ്യൂസ് ഉണ്ടാവും, അത് ഡിസ്പ്ലേ പ്രശ്നമാകും. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഫ്രെയിം ബെൻഡായി പോവും. ബാറ്ററി തള്ളിയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഫ്രെയിം തന്നെ ബെൻഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഡിസ്പ്ലേ പൊങ്ങിയിട്ട് ഗമ്മ് നല്ല ഗമ്മായിരിക്കും, നല്ല ഉറച്ചിരിക്കുന്ന നല്ല ഗമ്മായിരിക്കും. അതുകൊണ്ട് ഗമ്മ് ഇളവത്തില്ല, ഡിസ്പ്ലേ ഇളവത്തില്ല, പക്ഷേ ഡിസ്പ്ലേ ബെൻഡാക്കിയിട്ട് ഡിസ്പ്ലേ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിറവ്യത്യാസം വന്നിട്ട് ഗ്രാഫിക്സും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ തന്നെ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡിസ്പ്ലേയുടെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒറിജിനൽ ഡിസ്പ്ലേക്ക് എന്ന് പറയുന്ന 5000-6000 രൂപയൊക്കെയാണ് വില വരുന്നത്. അതുകൊണ്ട് അതിലേക്കൊന്നും പോകാതെ ബാറ്ററി മാറുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, ബഡ്ജായി കഴിഞ്ഞാൽ ബാറ്ററി മാറുക, ഇല്ലെങ്കിൽ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആവും. പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ബാക്ക് സൈഡിലെ ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള ചാൻസുണ്ട്, ഗ്ലാസ് ഇളകി പോകാൻ, ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള ചാൻസുണ്ട്. കവറൊക്കെ ആണെങ്കിൽ കവറിൽ നിന്നൊക്കെ ഇതിൻ്റെ ലോക്കുകൾ മറ്റൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസുണ്ട്. പിന്നെ സെൻട്രൽ പാനലൊക്കെ ചിലപ്പോൾ മാറേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഇഷ്യൂസുകളും വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ചില ഫോണുകളിലേക്ക് കാണിച്ചു തരാം. ചില ഫോണുകളിലൊക്കെ ബാറ്ററി വരുന്നത് എന്ന് പറയുന്നത്
ചില ഫോണുകളിലൊക്കെ ബാറ്ററി വന്നിട്ട് ബാറ്ററിയുടെ മുകളിലായിരിക്കും ഡിസ്പ്ലേയുടെ സ്ട്രിപ്പുകളും അതുപോലെ തന്നെ CC ബോർഡിൻ്റെ സ്ട്രിപ്പുകളൊക്കെ ബാറ്ററിയുടെ മുകളിൽ കൂടെ ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററിയുടെ മുകളിൽ കൂടെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ബഡ്ജാകുമ്പോഴത്തേക്കും ഈ ഒരു സ്ട്രിപ്പ് വലിഞ്ഞിട്ട് സ്ട്രിപ്പ് പൊട്ടിപ്പോകാനുള്ള ചാൻസ്. സ്ട്രിപ്പ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ സെറ്റോട് കൂടി മാറേണ്ടതായിട്ട് വരും. CC ബോർഡിൻ്റെ ആണെങ്കിൽ CC ബോർഡ് തന്നെ മാറേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഇഷ്യൂസുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ കണക്ടർ ഈ ഒരു ബോർഡിൽ നിന്നും കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും ബോർഡ് കംപ്ലൈൻ്റ് ആവും. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസുകളുണ്ട്. ബാറ്ററി മാറാതെ ബഡ്ജായിട്ടുള്ള ബാറ്ററി മാറാതെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഇഷ്യൂസുകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്യാസ് എന്ന് പറയുന്നത് വളരെ കെമിക്കൽ ഗ്യാസാണ്. വളരെ എന്തെങ്കിലും ഒരു ഷോർട്ട് നമ്മുടെ ഫോണിലെ ബോർഡിലോ എന്തെങ്കിലും ഷോർട്ട് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് താങ്ങാതെ വരികയും ചിലപ്പോൾ ബാറ്ററി പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ച് നോക്കുകയാണെങ്കിൽ 1000-1200 രൂപ വില വരുന്ന ബാറ്ററി മാറുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ചിലവിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ ബാറ്ററി ബഡ്ജായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറുക, അല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഇല്ല. നമ്മൾ അത് പിന്നെ മാറാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ബഡ്ജിങ് അങ്ങനെയല്ല നിൽക്കുന്നത്, അത് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ചെറിയൊരു ബഡ്ജിങ് ആണെങ്കിൽ പോലും അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഗ്യാസ് വന്നിട്ട് വലുതായിട്ട് ഇരിക്കും. ചെറിയൊരു ബഡ്ജിങ് ആണെങ്കിൽ പോലും അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ബഡ്ജായിട്ട് വലുതായിട്ട് മാറും. അത് പിന്നീട് നമ്മുടെ ഫോണിൻ്റെ ഗുരുതരമായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് അത് നയിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.